This is 24. വിമൻസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കുറച്ച് ഡ്രൗസി ആയി പോണൂന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അതിന്റെ ഒരു കാരണം അറിയാലോ, ആദ്യത്തെ 2 വാർത്തകളും വല്ലാതെ ദുഃഖമുണ്ടാക്കുന്ന വാർത്തയാണ്. ഷൈനി ചോദിക്കുന്നുണ്ടായിരുന്നു പ്രേമിത കരയോന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് സങ്കട വാർത്ത സങ്കടത്തിലല്ലാണ്ട് പറയാൻ പറ്റുമോ? ഭയങ്കര സന്തോഷത്തോടെ മരണ വാർത്ത പറയാൻ പറ്റില്ലല്ലോ. അത് പിന്നെ അരോചകമാണെന്ന് നിങ്ങൾ തന്നെ പറയും. അതെ, പിന്നെ വേറെ ഓരോ വാർത്തയുടെ മൂഡ് അനുസരിച്ച് വാർത്ത പറയാൻ പറ്റും. ഇപ്പൊ പ്രവിത ഒന്നാമത്തെ ആദ്യത്തിൽ കോട്ടയത്തെ ഒരു നേതാവാണ് മരിച്ചത്. സ്വാഭാവികമായിട്ടും പ്രവിത കോട്ടയത്ത് നിന്നുള്ള ഒരാളാണ്. നമുക്കറിയാലോ അത് എങ്ങനെയാണെന്ന്. നമ്മളെ അങ്ങനെ നിങ്ങൾ ചിന്തിക്കൂ, നമ്മൾ ചിരിച്ചുകൊണ്ട് ഒരു വാർത്ത എങ്ങനെയാണ് വായിക്കുക. അപ്പൊ ഈ 2 വാർത്ത അതായിരുന്നു. പിന്നെ വന്നത് നല്ല സന്തോഷമുള്ള വാർത്തയല്ലേ, രഞ്ജി ട്രോഫി. തീർച്ചയായിട്ടും അതിൽ നല്ല സന്തോഷമാണ്. അത് നമ്മൾ അങ്ങനെ വെച്ചു. ഇനി അടുത്തതാണെങ്കിലും അതെ, നമ്മുടെ കേരളത്തിലെ വ്യവസായ നിക്ഷേപങ്ങളെ കൂടുതൽ ആകർഷിക്കാനുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. കേരളം എല്ലാത്തിനും ഒന്നാമതാകട്ടെ എന്നൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അത് ഭയങ്കര പ്രശ്നങ്ങളാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിരുന്ന ആ ഒരു കാലം മാറുകയാണ് എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് കൊച്ചിയിൽ തുടക്കമായി. ഇന്നും നാളെയുമായി നടക്കുന്ന ഉച്ചകോടിയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ 3000-ഓളം സംരംഭകരാണ് പങ്കെടുക്കുന്നത്. വ്യവസായ അനുമതികൾ ചുവപ്പുനാടയിൽ കുരുങ്ങില്ലെന്ന് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകി. Kerala, the state which has become a noteworthy example of achieving a high score of in human development indicators, is now taking a leap towards achieving the status of an investment hub. I conclude by telling this distinguished gathering that for making Kerala an investment destination, the government of Kerala shall strain every nerve and leave no stone unturned. We have an end-to-end approach with a holistic perspective to implement our plan, not incrementally but substantially. വിഷ്ണു സുരേഷാണ് ചേരുന്നത്. ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയുടെ വേദിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. വിഷ്ണു, വ്യവസായങ്ങൾ തുടങ്ങാൻ അല്ലെങ്കിൽ ഓരോ വ്യവസായത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും സംരംഭകരെ കൂടുതൽ അവരെ സഹായിക്കുന്നതിന്, ഈ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള ഒരു പ്രശ്നങ്ങളും അത് ചുവപ്പുനാടയിൽ കുടുങ്ങി അങ്ങനെ തീരരുത് എന്നുള്ള ഉറച്ച വിശ്വാസം, കൂടുതൽ സംരംഭങ്ങൾ ഉണ്ടാകണം, അത് തന്നെയാണ് ലക്ഷ്യം. ആ രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നതും അല്ലേ? സ്മിത, പുതിയ സംരംഭകർക്ക് ഒരു വിശാലമായ പ്ലാറ്റ്ഫോം തുറന്നിടുകയാണ് കേരളം ഈ സബ്മിറ്റ് വഴി ഉദ്ദേശിക്കുന്നത്. രാവിലെ അതുമായി ബന്ധപ്പെട്ടുള്ള സെഷനുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. 30ഓളം സെഷനുകളാണുള്ളത്. ഏകദേശം 3000-ലധികം വരുന്ന ഡെലിഗേറ്റ്സുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യാഥാർത്ഥ്യബോധമുള്ള പദ്ധതികൾ, അതിൽ കൂടുതൽ പ്രാധാന്യം നൽകി ആ പദ്ധതികൾ ആവിഷ്കരിക്കാനായിരിക്കും തങ്ങൾ ശ്രമിക്കുകയെന്നാണ് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞത്. അതായത് കുറെ കോടികൾ അങ്ങ് വന്ന് പ്രഖ്യാപിച്ചു പോവുകയല്ല, അത് കേരളത്തിന്റെ ക്ലൈമാറ്റിക് ചേഞ്ചസിനും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് ഇവിടെ കൃത്യമായി നടപ്പാക്കാൻ പറ്റുന്ന പദ്ധതികളായിരിക്കും ഇന്ന് ഈ സബ്മിറ്റുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുക. ഇന്ന് ഈ ഇൻവെസ്റ്റ്മെന്റുകളല്ല, കൂടുതൽ ഈ താൽപര്യപത്രം ഒപ്പിട്ട് വാങ്ങുകയായിരിക്കും ഈ സബ്മിറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുക. അതിനുശേഷം വിശദമായ ചർച്ചയൊക്കെ നടക്കും. വലിയൊരു സ്വീകാര്യത ഈ സബ്മിറ്റിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. 26 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഡെലിഗേറ്റ്സുകൾ എത്തിയിട്ടുണ്ട്. അവരുടെ സാങ്കേതിക വിദ്യയും നമ്മുടെ സാങ്കേതിക വിദ്യയും ഒക്കെ ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ബിസിനസ്സുകൾ കേരളത്തിൽ ഇനി ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇതിന് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ സബ്മിറ്റിനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടക്കമുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തി. അദ്ദേഹം പറഞ്ഞത്, വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ല, ഞങ്ങൾ ഒപ്പമുണ്ട് എന്നൊരു സന്ദേശമാണ്. അത് വളരെ പോസിറ്റീവായ ഒരു സൈനാണ്. സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടും ഈ വ്യവസായവുമായി ബന്ധപ്പെട്ടും ഒക്കെ ചില തർക്കങ്ങളൊക്കെ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ നിന്നിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം ഇത് കേരളത്തിന്റെ ഒരു പരിപാടിയാണ്, കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഒരു ചരിത്രമാകുന്ന പരിപാടിയാണെന്നൊക്കെ പ്രതിപക്ഷം ഉൾക്കൊള്ളുന്നുണ്ട്. അവരത് ഏറ്റെടുത്ത് അവരും ഈ പരിപാടിയുടെ ഭാഗമാകുന്നു. അങ്ങനെ കേരളത്തിന്റെ വ്യവസായ വളർച്ചയ്ക്കും അതോടൊപ്പം തന്നെ സമ്പൂർണ്ണ വികസനത്തിനുമെല്ലാം ഒരു ചരിത്രമാകുന്ന ഉച്ചകോടിയാണ് ഇന്ന് കൊച്ചിയിൽ പുരോഗമിക്കുന്നത്. അത് നാളെ വൈകിട്ടോടുകൂടിയാണ് അവസാനിക്കുക. ഏകദേശം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സമീപകാലത്ത് കേരളത്തിൽ കണ്ടിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ ഉണ്ടാകും. അത് ഒരുപക്ഷെ കേരളത്തിന്റെ വ്യവസായ മേഖലയ്ക്ക് മാത്രമല്ല മറ്റിടങ്ങളിലും ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള മേഖലകളിലേക്കും ഗുണം ചെയ്യുമെന്നാണ് ഇതിന്റെ ഒരു ആകത്തുകയുള്ള വിലയിരുത്തൽ. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്, ചീഫ് സെക്രട്ടറിമാരടക്കമുള്ള ആളുകളൊക്കെ ഉണ്ട് ഏകോപിക്കാൻ. അങ്ങനെ പരിപാടി സക്സസ് ആയി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സ്മിത, ശരി.
വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അപ്പൊ അതൊരു നല്ല കാര്യമാണല്ലോ, ഒരു നല്ല കാഴ്ച. പ്രവിത പറഞ്ഞ പോലെ കലോത്സവ വേദിയിൽ നമ്മൾ കണ്ടു പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ചിരുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ വേദിയിലും അങ്ങനെ കാണുന്നു. കാരണം വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ സംരംഭങ്ങളൊക്കെ തന്നെ കൂടുതൽ വരണം. നമുക്ക് വിനോദസഞ്ചാര മേഖലയൊക്കെ തന്നെ കൂടുതൽ ഒരുപാട് ഊർജ്ജത്തോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ എല്ലാവരും ഒന്നിച്ച് തന്നെ നിൽക്കുന്നു എന്നുള്ളത് ഒരു നല്ല കാഴ്ച. മറ്റ് നിക്ഷേപങ്ങളും. യെസ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ പരാമർശത്തോടെ സിൽവർ ലൈൻ വീണ്ടും ചർച്ചയാവുകയാണ്. സിൽവർ ലൈനിൽ കേന്ദ്രവും സംസ്ഥാനവും ആശയവിനിമയം തുടരുന്നുവെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ചില കാര്യങ്ങളിൽ റെയിൽവേ വിശദീകരണം തേടിയിട്ടുണ്ടെന്നും മന്ത്രി. അന്തിമ തീരുമാനം വിശദ പഠനത്തിന് ശേഷം. We have also now a project, Silver Line, a semi-high-speed rail coming up between Thiruvananthapuram and Kasaragod, which will reduce the time to only 4 hours. സിൽവർ ലൈൻ യാത്രാസമയം കുറയ്ക്കുമെന്ന് ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിലും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് മന്ത്രിയുടെ പ്രതികരണം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞതിന്റെ അർത്ഥം കേരളത്തിൽ വേഗമേറിയ റെയിൽവേ വേണമെന്ന് മാത്രമാണെന്നായിരുന്നു ബിജെപി നേതാവ് വി മുരളീധരന്റെ പ്രതികരണം. അല്ല, സിൽവർ ലൈൻ എന്ന് പറയുന്നത് പീയൂഷ് ഗോയൽ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ കേരളത്തിൽ വേഗതയുള്ള തീവണ്ടി സർവീസ് വേണം, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇപ്പൊ നൽകിയിട്ടുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥമെങ്കിൽ റെയിൽവേ മന്ത്രിയും റെയിൽവേ വകുപ്പും നൽകിയിട്ടുള്ള ഉത്തരത്തിന് അപ്രസക്തമല്ലേ. ഇപ്പോ കേരള സർക്കാർ നൽകിയിട്ടുള്ള പദ്ധതി, ആ പദ്ധതി അപ്രായോഗികമാണ്, അശാസ്ത്രീയമാണ് എന്നുള്ളത് തന്നെയാണ് സമീപനം. നിതിൻ അംബുജനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. നിതിൻ, വീണ്ടും സിൽവർ ലൈനിൽ ഒരു പച്ചക്കൊടിയാണോ? അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ ബിജെപി നേതാക്കൾ പറയുന്നത് കേരളത്തിൽ ഒരു വേഗമേറിയ റെയിൽവേ സംവിധാനം വേണം, അതാണ് കേന്ദ്രമന്ത്രി ഉദ്ദേശിച്ചത് എന്നാണല്ലോ. വിവരങ്ങൾ എന്തൊക്കെയാണ്? നിതിൻ അംബുജൻ ഈ വാർത്തയിൽ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കേന്ദ്രമന്ത്രി പറഞ്ഞ കാര്യം അതൊരു പോസിറ്റീവ് ഇന്റൻഷനോടുകൂടി പറഞ്ഞു എന്ന് നമ്മൾ കരുതുമ്പോൾ അപ്പോൾ തന്നെ അതാ വരുന്നു ബിജെപി നേതാവിന്റെ മറുപടി. അത് അങ്ങനെയല്ല. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് അല്ലെ? അതെ നിതിൻ, കേൾക്കാമെങ്കിൽ എന്താണ് ഇപ്പോൾ സിൽവർ ലൈനിൽ പച്ചക്കൊടി എന്നാണോ ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്? എന്താണ് വിവരങ്ങൾ? കീർത്തന, കൊച്ചിയിൽ നടക്കുന്ന നിക്ഷേപക സംഗമ വേദിയിലാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ സിൽവർ ലൈൻ പദ്ധതിയെ അനുകൂലിച്ചുകൊണ്ട് പരാമർശം നടത്തിയത്. സിൽവർ ലൈൻ യാത്രാസമയം കുറയ്ക്കുമെന്നാണ് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയത്. കേരളത്തിലെ ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് എത്താൻ യാത്രാസമയം സിൽവർ ലൈൻ പദ്ധതി കുറയ്ക്കും എന്ന ഒരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് ഒരു കേന്ദ്രമന്ത്രി ഇത്തരത്തിൽ സിൽവർ ലൈൻ പദ്ധതിയെ അനുകൂലിച്ചുകൊണ്ട് ഇങ്ങനെ പരസ്യമായി തന്നെ വന്നിരിക്കുന്നത്. എന്തായാലും കേരളവുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങൾ സംസാരിക്കവെയാണ് ഈ പരാമർശം എന്നത് ശ്രദ്ധേയമാണ്. നമുക്കറിയാം, കേരളം ഇതിനു മുൻപ് നിരന്തരം കേന്ദ്രത്തിന് മുമ്പാകെ തന്നെ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില ശുപാർശകൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ DPR തള്ളുകയാണ് ചെയ്തത്. അതിനുശേഷം പല ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട അനുകൂല പരാമർശം നടത്തിയിരിക്കുന്നത്. ഈ പരിപാടിക്ക് ശേഷം പീയൂഷ് ഗോയലുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് നിലവിലിപ്പോൾ അത് റെയിൽവേയുടെ പരിഗണനയിലാണ്. വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്നാണ് പീയൂഷ് ഗോയൽ ഈ പരിപാടിക്ക് ശേഷം ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, എന്തായാലും ഇപ്പോൾ സിൽവർ ലൈൻ എന്നുള്ള വിഷയം വീണ്ടും ചർച്ചയാവുകയാണ്. പോസിറ്റീവായ ഒരു സൈഡിൽ നമുക്ക് അതിനെ വിലയിരുത്താമെങ്കിൽ കൂടി കേരളത്തിലെ ബിജെപി നേതാക്കൾ പറയുന്നത് അങ്ങനെയല്ല കേന്ദ്രമന്ത്രി ഉദ്ദേശിച്ചത്. കേരളത്തിൽ വേഗം ഒരു റെയിൽവേ പാത വേണമെന്നുള്ളത് മാത്രമാണ് കേന്ദ്രമന്ത്രി ഉദ്ദേശിച്ചതെന്നാണ് ഇപ്പോൾ ബിജെപി നേതാക്കൾ വി മുരളീധരൻ അടക്കമുള്ളവർ പറയുന്നത്. അതെ, അതുമായി ബന്ധപ്പെട്ട് നിരവധി കമന്റ്സും വരുന്നുണ്ട് കേട്ടോ. മുരളീധരൻ എന്താ ഭാഷ അറിയാഞ്ഞിട്ടാണോ ഹിന്ദി അറിയാഞ്ഞിട്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. പക്ഷെ പിന്തുണയ്ക്കുന്നവരുമുണ്ട്. ഒപ്പം തന്നെ കുറെ പേര് പറയുന്നുണ്ട് കേട്ടോ, ഈ സിൽവർ ലൈനിന്റെ പേരിൽ കേരളവും കേന്ദ്രവും കള്ളരും പോലീസും കളിക്കുവാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ ഇൻവെസ്റ്റ് കേരളയെ കുറിച്ചിട്ട് നല്ല രീതിയിൽ പറയുന്നവരുണ്ട്. അതാണ് പ്രതിപക്ഷം. അപ്പൊ വേണ്ട സമയത്ത് അവർ പ്രതിപക്ഷം വന്നില്ലെങ്കിൽ അവർ ഒറ്റപ്പെടും, അതുകൊണ്ടാണ് വന്നത്. അങ്ങനെ ഈ വാർത്തയിൽ പ്രതികൂലമായും അനുകൂലമായിട്ടുള്ള ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു വാർത്ത വരുമ്പോൾ ആ വാർത്തയിൽ നിങ്ങൾ പ്രതികരിക്കുമ്പോൾ നമുക്ക് സന്തോഷം കൂടുന്നുണ്ട് അല്ലെ? ശ്രീനിധ എന്താ മിണ്ടാത്തതെന്ന് ചോദിക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ തുടർന്ന് നിൽക്കുക. അപ്പൊ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കാം. എന്നിട്ട് ഞാൻ കുറച്ചും കൂടെ മിണ്ടാം. ഓക്കെ, ന്യൂസ് ഹെഡ്ലൈൻസ്. You are watching 24 from News Headquarters, Kochi. CPIM
കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ചു. അർബുദബാധിതനായി ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 63-ാം വയസ്സിൽ അന്ത്യം. 12 വർഷം CPIM ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറിയായി. നഷ്ടമായത് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച നേതാവിനെയെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന ചരിഞ്ഞു. കോടനാട് അഭയാരണ്യത്തിൽ ചികിത്സ തുടങ്ങിയെങ്കിലും ഫലം കണ്ടില്ല. അണുബാധ തലച്ചോറിലേക്കും തുമ്പിക്കൈയിലേക്കും വ്യാപിച്ചത് സാഹചര്യം സങ്കീർണമാക്കി. മയക്കുപിടി വെച്ച ആനയെ ചികിത്സയ്ക്ക് കോടനാട് എത്തിച്ചത് 2 ദിവസം മുൻപ്. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ BJP നേതാവ് PC ജോർജിന് തിരിച്ചടി. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. തീരുമാനം ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ സിംഗിൾ ബെഞ്ചിന്റേത്. വ്യവസായ അനുമതികൾ ചുവപ്പുനാടയിൽ കുരുങ്ങില്ലെന്ന് സംരംഭകർക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. വ്യവസായ വളർച്ചയ്ക്ക് ചട്ട ഭേദഗതി ഉടൻ. ലൈസൻസുകൾക്ക് കാലതാമസം ഉണ്ടാകില്ലെന്നും പിണറായി വിജയൻ. The government of Kerala shall strain every nerve and leave no stone unturned. We have an end-to-end approach with a holistic perspective to implement our plan, not incrementally but substantially. പ്രഖ്യാപനം കൊച്ചിയിലെ നിക്ഷേപ ഉച്ചകോടിയിൽ. സംസ്ഥാനത്തിന്റെ ദേശീയപാതാ വികസനത്തിന് 3 ലക്ഷം കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. സിൽവർ ലൈൻ യാത്രാസമയം കുറയ്ക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ.